അങ്ങനെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നൂതില ചെരുപ്പ് ഫാക്ടറി ടാസ്കിൽ നിന്ന് നമ്മുടെ നൂറ പുറത്തായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നിച്ചു ചേർന്നൊരു ഗെയിം നമ്മുടെ നൂറയ്ക്കെതിരെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഗെയിം നമ്മൾ നോക്കുന്ന സമയത്ത് ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പെട്ട് ബാക്ക് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടി വരും എന്നാണ് നമുക്ക് ഈ ഒരു ഗെയിം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. മറ്റൊന്നുമല്ല, വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടാസ്കിൻ്റെ ഭാഗമായിട്ട് നൂറ ടാസ്കിൽ നിന്ന് എവിക്റ്റായി ഔട്ടായി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന കോയിൻസ് ഒക്കെ കിട്ടിയത് നമ്മുടെ ഷാനവാസിന് 4 കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ശശിന് കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അഭിലാഷിന് കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കോയിൻസിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളോടും ബിഗ് ബോസ് തീരുമാനിക്കാൻ പറഞ്ഞു ആര് നേരിട്ട് നോമിനേഷനിൽ ഇടണമെന്ന്. അപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് നൂറയെ നോമിനേഷനിലിട്ടു. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നൂറ ഒരുപാടധികം പൊല്ലാപ്പുകൾ ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിച്ച് നിന്ന് നമ്മുടെ നൂറയെ ഈ പറയുന്ന നോമിനേഷനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂറ നോമിനേഷനിൽ വന്ന പറ്റുന്നൊരു കാര്യം എന്നുണ്ടെങ്കിൽ ആദിലക്ക് ഇപ്പം ഈ ഒരു നോമിനേഷനിൽ ആദിലുണ്ട്, ഓൾറെഡി ഒരു നോമിനേഷനിൽ ആദിലുണ്ട്. ഈ ഒരു നോമിനേഷനിൽ തന്നെ നമ്മൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും നൂറയുടെ ഒരു വ്യക്തമായൊരു സപ്പോർട്ട് ആദിലക്ക് ഈ ഒരു വോട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആദില നൂറക്കൊപ്പം നോമിനേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആദിലക്കൊപ്പം നൂറ കൂടി നോമിനേഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ സ്ട്രക്ചർ ആകെ മൊത്തം മാറും. ആദില ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പെട്ടി പാക്ക് ചെയ്ത് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് നിൽക്കും. കാരണം ഈ പറയുന്ന ആദിലക്ക് അധികം സപ്പോർട്ടേഴ്സൊന്നുമില്ല. പക്ഷെ നൂറ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നൂറയുടെ കണ്ടന്റും സ്ട്രാറ്റജിയൊക്കെ കണ്ട് നൂറയെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടധികം വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു വോട്ടൊക്കെ ഇപ്പം നമ്മുടെ നൂറ ഇല്ലാത്ത പക്ഷം ആദിലയിലേക്ക് വന്നു ചേരും. പക്ഷെ നൂറ കൂടി നോമിനേഷനിൽ വരുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ടൊക്കെ നൂറക്ക് തന്നെ കിട്ടുമ്പോൾ ആദിലക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദില ബിഗ് ബോസിൽ നിന്ന് പുറത്താവേണ്ട ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കും. കാരണം ഈ പറയുന്ന ആദിലയും നൂറയും ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ആഴ്ച കണ്ടതാണ്. ആദില ഏറ്റവും അവസാനമായിരുന്നു ഏതൊരു പോളിംഗ് സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും. നൂറയോ 1, 2, 3 സ്ഥാനങ്ങളിലൊക്കെ നൂറ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആദില ഈ ഒരാഴ്ച പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നൂറ നോമിനേഷൻ ലിസ്റ്റിലേക്ക് നൂറ ആഡ് ചെയ്യപ്പെട്ടപ്പോൾ ആദിലയും ആ ഒരു നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരാഴ്ച അപ്പോൾ നൂറയും ആദിലയും ഒന്നിച്ച് നോമിനേഷൻ ലിസ്റ്റിൽ വരുന്ന സമയത്ത് വോട്ടിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദിലക്ക് ഭയങ്കര ഒരു ഡേഞ്ചർ സോൺ തന്നെയാണ് അത്. നൂറ കൂടി ആദിലക്കൊപ്പം നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ആദിലയും നൂറയും വരുന്ന സമയത്ത് ആർക്കായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്